തന്റെ ചികിത്സയ്ക്ക് ഭീമമായ ഒരു തുക ആവശ്യമാണെന്നറിയാമായിരുന്നെങ്കിലും ആരുടെയും കയ്യിൽ നിന്നും ഒരു തരത്തിലുമുള്ള സഹായവും സ്വീകരിക്കാൻ വാൾട്ടിന് താല്പര്യമില്ലായിരുന്നു. വലിയൊരു തുക പെട്ടെന്ന് കണ്ടെത്താൻ ഏറ്റവും എളുപ്പം ജെസ്സിയോടൊപ്പം ചേർന്ന് മെത്ത് ബിസിനസ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അവനോടൊപ്പം വീണ്ടും മെത്ത് പാചകം ചെയ്യാൻ വാൾട്ട് തീരുമാനിച്ചത്. ഇത്തവണ പക്ഷേ കർശനമായ 2 നിബന്ധനകൾ വാൾട്ട് മുന്നോട്ട് വെച്ചു. മെത്തിന്റെ പാചകവും അതിന്റെ കെമിസ്ട്രിയുമെല്ലാം പൂർണ്ണമായും വാൾട്ടിന്റെ നിയന്ത്രണത്തിലായിരിക്കും. അത് വിതരണം ചെയ്യുന്നതും വിറ്റ് പണമാക്കുന്നതും മാത്രമായിരിക്കും ജെസ്സിയുടെ ജോലി. ഇത് രണ്ടും ജെസ്സി അംഗീകരിച്ചതോടെ അവർ വീണ്ടും പാചകം ആരംഭിച്ചു. അപ്പോഴേക്കും ക്യാൻസറിന്റെ ചികിത്സകൾ ആരംഭിച്ചിരുന്ന വാൾട്ടിനെ കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ ശാരീരികവും മാനസികവുമായി വല്ലാതെ തളർത്തിയിരുന്നു. ഹോസ്പിറ്റലിൽ ഓരോ കൺസൾട്ടേഷൻ കഴിയും തോറും ഭീമമായ ബില്ലുകൾക്കുള്ള പണം കണ്ടെത്താൻ അയാൾ നന്നേ കഷ്ടപ്പെട്ടു. ആവശ്യമായ പണം ബാങ്കിൽ ഇല്ലാത്തതിനാൽ ഹോസ്പിറ്റലിൽ താൻ കൊടുക്കുന്ന ചെക്കുകൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ ബാങ്കിൽ നൽകാവൂ എന്ന് അയാൾ അവരോട് അഭ്യർത്ഥിച്ചു. അടുത്ത ദിവസം സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന വാൾട്ടർ വളരെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള തീരെ സ്ഥിരതയില്ലാത്ത ഫുൾമിനേറ്റ് മെർക്കുറി എന്ന രാസവസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. പെട്ടെന്ന് ശാരീരികമായി ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട വാൾട്ട് ക്ലാസ് അവസാനിപ്പിച്ച് ബാത്റൂമിലേക്ക് പോയി. കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ കാരണം അതികഠിനമായി ഛർദ്ദിച്ച വാൾട്ടിനെ സ്കൂളിലെ സ്വീപ്പറായിരുന്ന ഹ്യൂഗോ സഹായിച്ചു. കുടുംബത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി വാൾട്ടർ ചികിത്സ തുടങ്ങിയെങ്കിലും അയാളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഉണ്ടായ മാറ്റങ്ങൾ ഭാര്യ സ്കൈലറിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വാൾട്ടും സ്കൈലറും മകൻ വാൾട്ടർ ജൂനിയറും ക്യാൻസർ രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയുള്ള ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. മറ്റു രോഗികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും മുന്നിൽ വെച്ച് സ്കൈലർ തന്റെ ഉള്ളിലെ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാതെ വാൾട്ട് പലപ്പോഴും വീട് വിട്ടിറങ്ങി പോകാറുണ്ടെന്നും അയാൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നത് പോലെ തോന്നുന്നുണ്ടെന്നുമുള്ള സ്കൈലറിന്റെ വ്യാകുലതകൾ കേട്ട മകനും അത് ശരിയാണെന്ന് സമ്മതിച്ചു. എന്നാൽ താൻ രഹസ്യമായി ചെയ്യുന്ന മെത്ത് ബിസിനസ്സും പുതിയ അധോലോക ജീവിതവും തന്റെ കുടുംബം ഒരിക്കലും അറിയരുതെന്ന് നിർബന്ധമുള്ള വാൾട്ട് അവിടെ വെച്ച് സമർത്ഥമായി അവരോട് കള്ളം പറഞ്ഞു. ഒരു ക്യാൻസർ ബാധിതനാണെന്ന സത്യവുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണമെന്നും പ്രകൃതിയുടെ ശാന്തതയിൽ ഏകനായി നടക്കുന്നത് തനിക്ക് വലിയൊരാശ്വാസം നൽകുന്നുണ്ടെന്നും അയാൾ എല്ലാവരോടുമായി പറഞ്ഞു. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വാൾട്ടറിന്റെ വാക്കുകൾ കേട്ട് അയാളോട് സഹതാപം തോന്നിയെങ്കിലും സ്കൈലറിന്റെ സംശയങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ആളൊഴിഞ്ഞ മരുഭൂമിയിൽ വാൾട്ടും ജെസ്സിയും പാചകത്തിലായിരുന്നു. ഗ്യാസ് മാസ്ക് വെച്ച് പാചകം ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ശ്വാസം മുട്ടുകയും കടുത്ത ചുമ അനുഭവപ്പെടുകയും ചെയ്ത വാൾട്ട് വാനിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ തളർന്നു വീണുപോയി. വാൾട്ടിന്റെ അടുത്തേക്ക് ഓടിയെത്തിയ ജെസ്സി അയാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഒരു ചെയറിൽ ഇരുത്തി. ശ്വാസം കിട്ടാതെ വിഷമിക്കുന്ന വാൾട്ടിനെ കാണുന്ന അവനും ആകെ ഭയന്നുപോയി. ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ തന്റെ കോട്ട് ഊരിമാറ്റാൻ വാൾട്ട് ശ്രമിക്കുമ്പോൾ അയാളുടെ നെഞ്ചിലെ കീമോതെറാപ്പി ചെയ്തതിന്റെ പാടുകൾ ജെസ്സിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ക്യാൻസർ ചികിത്സയിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷൻ കാരണമുള്ള പാടുകൾ ആണതെന്ന് അത് കണ്ട നിമിഷം തന്നെ ജെസ്സിക്ക് മനസ്സിലായി. അതോടെ നിങ്ങൾക്ക് ക്യാൻസർ ആണല്ലേ എന്ന് ജെസ്സി വാൾട്ടിനോട് ചോദിച്ചു. ജെസ്സിയുടെ ചോദ്യം കേട്ട വാൾട്ടർ ഒന്ന് പതറിയെങ്കിലും നിനക്കതെങ്ങനെ മനസ്സിലായെന്ന് അയാൾ തിരിച്ചു ചോദിച്ചു. തന്റെ ആന്റിക്ക് ക്യാൻസർ ആയിരുന്നുവെന്നും ക്യാൻസറും അതിനുള്ള ചികിത്സകളും ഒരു വ്യക്തിയെ എത്രത്തോളം ശാരീരികമായി തളർത്തുമെന്ന് അവരുടെ ചികിത്സാ കാലത്ത് താൻ നേരിട്ട് കണ്ടതാണെന്ന് ജെസ്സി മറുപടി പറഞ്ഞു. ഒരു സാധാരണ കെമിസ്ട്രി അധ്യാപകൻ പെട്ടെന്നൊരു ദിവസം മയക്കുമരുന്ന് നിർമ്മാണത്തിലേക്ക് തിരിയാനുള്ള യഥാർത്ഥ കാരണവും മരിക്കുന്നതിനു മുൻപ് കുടുംബത്തിനു വേണ്ടി കുറച്ച് പണം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് അയാളുടെ ലക്ഷ്യമെന്നും അതോടെ ജെസ്സി മനസ്സിലാക്കി. അതോടെ ജെസ്സിക്ക് വാൾട്ടിനോടുള്ള കാഴ്ചപ്പാടിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചു. ഷാഢ്യക്കാരനും മുൻകോപിയുമായ ഒരു പാർട്ട്ണർ എന്നതിലുപരി ഏത് നിമിഷവും തന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും തന്റെ കുടുംബത്തെ സംരക്ഷിക്കാനായി അവസാന നിമിഷം വരെ പോരാടുന്ന ഒരു കുടുംബനാഥനാണ് വാൾട്ട് എന്ന് ജെസ്സി മനസ്സിലാക്കി. അവൻ അയാളോട് കുറച്ച് സഹതാപത്തോടെ പെരുമാറാൻ തുടങ്ങിയെങ്കിലും ജെസ്സിയുടെ സഹതാപം തനിക്ക് ആവശ്യമില്ലെന്നും ക്യാൻസറും മറ്റും തന്റെ മാത്രം പ്രശ്നമാണെന്നുള്ള ഭാവമായിരുന്നു വാൾട്ടിന്. ഒട്ടും വയ്യാത്ത ഈ അവസ്ഥയിൽ തനിക്ക് പാചകം തുടരാൻ കഴിയില്ലെന്നും ഇന്നത്തെ ബാച്ച് അവനോട് ഉണ്ടാക്കാനും വാൾട്ടർ ആവശ്യപ്പെട്ടു. സംശയങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ തന്നെ വിളിക്കാൻ പറഞ്ഞ ശേഷം വാൾട്ട് പുറത്ത് വിശ്രമിച്ചു. ആ ബാച്ചിന്റെ പാചകം പൂർത്തിയായി വാൾട്ടർ പോയ ശേഷം അന്ന് തന്നെ ജെസ്സി അത് വിൽക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. വാൾട്ടിന് വേണ്ടിയിരുന്നത് വലിയ അളവിൽ മെത്തെടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർമാരെ ആയിരുന്നെങ്കിൽ ജെസ്സിയുടെ കയ്യിലുണ്ടായിരുന്നത് ദിവസവും അടിച്ചു ബോധമില്ലാതെ നടക്കുന്ന പിള്ളേരായിരുന്നു. ചെറിയ ചെറിയ അളവിൽ മാത്രം മെത്ത് വാങ്ങിയിരുന്ന അവർക്കെല്ലാം നടന്ന് സാധനം വിൽക്കുന്ന ജെസ്സി അടുത്ത ദിവസം തലേ ദിവസത്തെ കളക്ഷനായ $2600 ഒപ്പം വാൾട്ട് അവനെ വാങ്ങാൻ ഏൽപ്പിച്ച ഒരു പുതിയ മൊബൈൽ ഫോണും വാൾട്ടിന് നൽകി. എന്നാൽ ഇതെല്ലാം കാണുന്ന വാൾട്ട് അവനോട് ദേഷ്യപ്പെട്ടു. തന്റെ ചികിത്സയ്ക്കും കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാനും ധാരാളം പണം പെട്ടെന്ന് തന്നെ വേണമെന്നും അതിനായി ഒറ്റയടിക്ക് വലിയ അളവുകളിൽ മെത്ത് വാങ്ങാൻ കഴിയുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടെത്തണമെന്നും വാൾട്ട് ജെസ്സിയോട് ആവശ്യപ്പെട്ടു. തനിക്ക് ആകെ അറിയാവുന്ന ഡിസ്ട്രിബ്യൂട്ടർ ക്രേസി ആയിരുന്നുവെന്നും അവനെ നിങ്ങൾ കൊന്നില്ലേ എന്നും ജെസ്സി വാൾട്ടിനോട് തിരിച്ചും തർക്കിച്ചു. ക്രേസിക്ക് പകരം നഗരത്തിൽ പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടർ എന്തായാലും വന്നിട്ടുണ്ടാകുമെന്നും അതാരാണെന്ന് നിനക്കറിയാമോ എന്നും വാൾട്ടർ ജെസ്സിയോട് ചോദിച്ചു. ടൂക്കോ എന്നു പേരുള്ള ഒരാളാണ് നിലവിൽ നഗരത്തിലെ ഡിസ്ട്രിബ്യൂട്ടർ എന്നും
കേട്ട കഥകൾ വെച്ച് അയാൾ അപകടകാരിയും എന്തും ചെയ്യാൻ മടിക്കാത്തവനുമാണെന്ന് പറയുന്ന ജെസ്സി അത്തരം വലിയ ഡീലർമാരുമായി കച്ചവടം ചെയ്യുന്നത് അപകടമാണെന്ന് വാൾട്ടിന് മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിൽ മരുഭൂമിയിൽ നിന്നും ലഭിച്ച ആ ഗ്യാസ് മാസ്ക് പരിശോധിച്ച ഹാങ്കിനും സംഘത്തിനും അത് വാൾട്ടിന്റെ സ്കൂളിന്റെ പേരിലുള്ള മാസ്ക് ആണെന്ന് ബോധ്യപ്പെട്ടിരുന്നു. കൂടുതൽ അന്വേഷണത്തിനായി സ്കൂളിലെത്തിയ ഹാങ്ക് നേരെ പോയത് അവിടുത്തെ കെമിസ്ട്രി അധ്യാപകനായ തന്റെ അളിയൻ വാൾട്ടിന്റെ അടുത്തേക്കാണ്. അവിടെ വെച്ച് വാൾട്ടിനെ ആ മാസ്ക് കാണിച്ച ശേഷം ഈ മാസ്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഹാങ്ക് ചോദിച്ചു. താൻ അവിടെ നിന്നും മോഷ്ടിച്ച് മെത്ത് പാചകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അതേ മാസ്ക് ഹാങ്കിന്റെ കയ്യിൽ കണ്ട വാൾട്ടർ ഒന്ന് ഞെട്ടിയെങ്കിലും ഞാനിത് മുൻപ് കണ്ടിട്ടില്ലെന്ന് വാൾട്ടർ മറുപടി പറഞ്ഞു. എന്നാൽ ആ മാസ്കിന്റെ അടിയിൽ സ്കൂളിന്റെ പേരുണ്ടെന്ന് ഹാങ്ക് പറഞ്ഞതോടെ ഒരു ഉത്തരം നൽകാൻ കഴിയാതെ വാൾട്ടർ വീണ്ടും ബുദ്ധിമുട്ടി. തന്റെ അറിവിൽ ഒരു മാസ്ക് ഇവിടെ നിന്നും പോയിട്ടില്ലെന്ന് വാൾട്ട് ഹാങ്കിനോട് പറഞ്ഞെങ്കിലും ലാബിലെ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന കണക്കുകളും ഇൻവെന്ററി ലിസ്റ്റും ഹാങ്ക് വാൾട്ടിനോട് ആവശ്യപ്പെട്ടു. ലാബിലെ സാധനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ 2 ഗ്യാസ് മാസ്കുകൾ അടക്കം മറ്റു പല വിലപിടിപ്പുള്ള സാധനങ്ങളും അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഹാങ്കിന് മനസ്സിലായി. മാത്രമല്ല പോയ സാധനങ്ങളെല്ലാം മെത്തുണ്ടാക്കാനായി ഉപയോഗിക്കുന്ന സാധനങ്ങളാണെന്ന് മനസ്സിലാക്കുന്ന ഹാങ്ക് വാൾട്ടിന്റെ കയ്യിലല്ലാതെ മറ്റാരുടെ കയ്യിലാണ് ലാബിന്റെ താക്കോൽ ഉള്ളതെന്ന് ചോദിച്ചു. ക്ലീനിംഗ് സ്റ്റാഫായ ഹ്യൂഗോയുടെ കയ്യിലും തന്റെ കയ്യിലും മാത്രമാണ് താക്കോൽ ഉള്ളതെന്ന വാൾട്ടിന്റെ മറുപടി കേട്ട ഹാങ്ക് ലാബും പരിസരവും കൂടുതൽ ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ ആളുകൾ നിന്നെ സംശയിക്കുമെന്നും പറഞ്ഞ ശേഷം അവിടെ നിന്നും പോയി. അതേ ദിവസം സ്കൂൾ വിട്ട ശേഷം പോകാനൊരുങ്ങിയ വാൾട്ടർ കാണുന്നത് ഹാങ്കും സംഘവും ക്ലീനിംഗ് സ്റ്റാഫായ ഹ്യൂഗോയെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ്. ലാബിന്റെ താക്കോൽ ഹ്യൂഗോയുടെ കയ്യിൽ ഉണ്ടായിരുന്നതിനാലും അയാളുടെ വണ്ടിയിൽ നിന്നും പോലീസ് കുറച്ച് കഞ്ചാവ് കണ്ടെത്തിയതിനാലും അയാളായിരിക്കാം ലാബിൽ നിന്നും അതെല്ലാം മോഷ്ടിച്ച് മെത്ത് ബിസിനസ് ആരംഭിച്ചതെന്ന നിഗമനത്തിലായിരുന്നു അറസ്റ്റ്. മുൻപ് കീമോതെറാപ്പിയുടെ ക്ഷീണം കാരണം ഛർദ്ദിച്ച് അവശനായ വാൾട്ടിനെ വളരെ സ്നേഹത്തോടെ വന്ന് സഹായിച്ച ആളായിരുന്നു ഹ്യൂഗോ. താൻ ചെയ്ത തെറ്റിന് നിരപരാധിയായ ഹ്യൂഗോയെ പോലീസ് കൊണ്ടുപോകുന്നത് കണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന വാൾട്ടിന്റെ മുഖത്ത് കുറ്റബോധവും നിസ്സഹായതയും നിറഞ്ഞു നിന്നു. ഇതേ സമയം തന്റെ സുഹൃത്തായ സ്കിന്നി പീറ്റും ടൂക്കോയും ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ജെസ്സി അവനോടൊപ്പം ടൂക്കോയെ കാണാൻ നഗരത്തിലെ അയാളുടെ രഹസ്യ താവളത്തിലെത്തി. ഗുണ്ടകൾ കാവൽ നിൽക്കുന്ന ഭയം ജനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സ്കിന്നി പീറ്റിനെ നേരത്തെ പരിചയമുള്ളതുകൊണ്ട് അവരെ അകത്തേക്ക് കയറാനും ടൂക്കോയെ കാണാനും ഗുണ്ടകൾ അനുവദിച്ചു. അകത്തു കയറിയ അവർ ദേഹപരിശോധനയും മറ്റും കഴിഞ്ഞ ശേഷം ടൂക്കോയെ കണ്ടു. സ്കിന്നി പരിചയം പുതുക്കാൻ ശ്രമിച്ചെങ്കിലും ടൂക്കോ അതൊന്നും മൈൻഡ് ചെയ്യാതെ വന്ന കാര്യം പറയാൻ പറഞ്ഞു. ജെസ്സിയുടെ കയ്യിലുള്ള മെത്ത് പരിശോധിക്കുന്ന ടൂക്കോ അതിൽ നിന്നും അല്പം മെത്തെടുത്ത് വലിച്ചു നോക്കി. മുൻപൊരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള അതിന്റെ ഗുണനിലവാരം കണ്ട് ടൂക്കോ അത്ഭുതപ്പെട്ടു. ആ മെത്ത് തനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുവെന്നും അത് താൻ എടുക്കുകയാണെന്നും അയാൾ പറഞ്ഞു. എല്ലാം അനുകൂലമാണെന്ന് തോന്നിയ ആ നിമിഷത്തിൽ അതിന്റെ വിലയായ $35,000 ജെസ്സി ടൂക്കോയോട് ആവശ്യപ്പെട്ടു. തന്നെപ്പോലെ ഒരു കൊടും ക്രിമിനലിന്റെ താവളത്തിൽ വന്ന് കൊടുത്ത സാധനത്തിന്റെ പണം ചോദിച്ചത് ടൂക്കോയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. പണം മുൻകൂർ തരാൻ കഴിയില്ലെന്നും സാധനം വിറ്റ് കഴിഞ്ഞ ശേഷം പണം നൽകാമെന്നും ടൂക്കോ പറഞ്ഞു. ഇത് കേട്ട് ഭയന്നുപോയ ജെസ്സി പണം കിട്ടാതെ മെത്ത് നൽകില്ലെന്ന് പറഞ്ഞ് അത് തിരികെ എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവനെ പിടിക്കുന്ന ടൂക്കോയും അയാളുടെ ഗുണ്ടകളും ചേർന്ന് ജെസ്സിയെ അവിടെയിട്ട് മൃഗീയമായി മർദ്ദിച്ചു. ജീവന് വേണ്ടി യാചിച്ചിട്ടും അയാൾ അവനെ വെറുതെ വിട്ടില്ല. ടൂക്കോയുടെ മൃഗീയമായ സ്വഭാവം അറിയാവുന്ന സ്കിന്നിക്കും അതെല്ലാം കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അതേസമയം വാൾട്ടിന്റെ വീട്ടിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ചീട്ട് കളിക്കുകയായിരുന്നു. ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ ഈ ചീട്ടുകളി അവിടെ പതിവായിരുന്നു. കളി മുന്നോട്ട് പോകുന്നതിനിടയിൽ വാൾട്ടിന്റെ സ്കൂളിൽ നിന്നും ഉപകരണങ്ങൾ മോഷ്ടിച്ച കേസിലെ പുതിയ വിവരങ്ങൾ ഹാങ്ക് എല്ലാവരുമായി പങ്കുവച്ചു. ക്ലീനിംഗ് സ്റ്റാഫായ ഹ്യൂഗോയുടെ വണ്ടിയിൽ നിന്നും കഞ്ചാവ് കിട്ടിയതുകൊണ്ട് അവനാണ് മെത്ത് ബിസിനസിന് പിന്നിലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്നും ഹാങ്ക് പറഞ്ഞു. താൻ ചെയ്ത തെറ്റിന് അതിലൊന്നും യാതൊരു പങ്കുമില്ലാത്ത തന്നോട് സ്നേഹത്തോടെ മാത്രം പെരുമാറിയിരുന്ന ഹ്യൂഗോയെ പോലീസ് കുടുക്കിയെന്ന വാർത്ത വാൾട്ടിനെ വല്ലാതെ അസ്വസ്ഥനാക്കിയെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ അയാൾ കളി തുടർന്നു. കളിയിൽ എല്ലാവരും പിന്മാറുകയും അവസാനം വാൾട്ടും ഹാങ്കും മാത്രമായി അവശേഷിക്കുകയും ചെയ്തു. എന്നത്തെയും പോലെ തന്റെ സംസാരം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും കളിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഹാങ്ക് ശ്രമിച്ചു. പോലീസുകാരനായ തനിക്ക് മുന്നിൽ എപ്പോഴും ഒതുങ്ങി ജീവിക്കുന്ന ഒരു സാധാരണ സ്കൂൾ അധ്യാപകനായ വാൾട്ടിന് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നായിരുന്നു ഹാങ്കിന്റെ ചിന്ത. എന്നാൽ ഹാങ്കിനെയും മറ്റുള്ളവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്റെ കയ്യിലുള്ള ചീട്ടുകൾ മുഴുവനായി മേശയുടെ നടുവിലേക്ക് നീക്കിവെച്ച വാൾട്ടർ താൻ കളിയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് വ്യക്തമാക്കി. വാൾട്ടിന്റെ ഈ അപ്രതീക്ഷിത നീക്കം ഹാങ്കിനെ ശരിക്കും ആശയക്കുഴപ്പത്തിലാക്കി. ഒരു റിസ്ക് എടുക്കാൻ എപ്പോഴും പേടിച്ചിരുന്ന വാൾട്ടർ ഇങ്ങനെയൊരു ബെറ്റ് വെക്കണമെങ്കിൽ അയാളുടെ കയ്യിൽ തീർച്ചയായും മികച്ച ചീട്ടുകൾ തന്നെ ആയിരിക്കും ഉള്ളതെന്ന് ഹാങ്ക് തെറ്റിദ്ധരിച്ചു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ തോൽവി സമ്മതിച്ച് ഹാങ്ക് കളിയിൽ നിന്നും പിന്മാറി. താൻ ജയിച്ചുവെന്ന് മനസ്സിലായ വാൾട്ടർ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ മേശപ്പുറത്തെ കോയിനുകൾ മുഴുവൻ തന്റെ അടുത്തേക്ക് നീക്കിവെച്ചു. അപ്പോൾ മേരിയുടെ നിർബന്ധപ്രകാരം താൻ വെച്ച ചീട്ടുകൾ വാൾട്ടർ എല്ലാവർക്കുമായി തുറന്നു കാണിച്ചു. അത് കാണുന്ന ഹാങ്കും കുടുംബാംഗങ്ങളും ശരിക്കും ഞെട്ടിപ്പോയി. വാൾട്ടിന്റെ കയ്യിൽ ജയിക്കാൻ തക്കതായ യാതൊരു മികച്ച ചീട്ടുകളും ഉണ്ടായിരുന്നില്ല. ഇല്ലാത്തത് ഉണ്ടെന്ന് കാണിച്ച് എതിരാളിയെ കബളിപ്പിക്കുന്ന രീതി ഉപയോഗിച്ച്
വാൾട്ടർ ജയിക്കുകയായിരുന്നു. പുറമെ വളരെ ശാന്തനെന്ന് തോന്നിക്കുന്ന വാൾട്ടിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ആരെയും കബളിപ്പിക്കാനും എന്ത് റിസ്ക് എടുക്കാനും കഴിവുള്ള പുതിയൊരു വ്യക്തിത്വത്തിന്റെ വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു ആ ചീട്ടുകളിയിലെ വിജയം. അടുത്ത ദിവസം ജെസ്സിയുടെ ഒരു വിവരവും ഇല്ലാത്തതിനാൽ വാൾട്ടർ ജെസ്സിയുടെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു. എന്നാൽ ഫോൺ അറ്റൻഡ് ചെയ്ത അവന്റെ സുഹൃത്തായ സ്കിന്നി ജെസ്സിക്ക് ക്രൂരമായി മർദ്ദനമേറ്റെന്നും അവൻ ആശുപത്രിയിലാണെന്നുമുള്ള വാർത്ത വാൾട്ടിനെ അറിയിച്ചു. വിവരം അറിഞ്ഞ ഉടനെ വാൾട്ടർ ആശുപത്രിയിലേക്ക് പോയി. അവിടെ വെച്ച് മുഖമാകെ നീര് വന്ന് വികൃതമായി അനങ്ങാൻ പോലും കഴിയാതെ ട്യൂബുകളൊക്കെ ഘടിപ്പിച്ച് കിടക്കുന്ന ജെസ്സിയെ കാണുന്ന വാൾട്ടിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ടൂക്കോയെ കാണാൻ പോയതും പിന്നീട് അവിടെ സംഭവിച്ച കാര്യങ്ങളും സ്കിന്നി വാൾട്ടിനോട് പറഞ്ഞു. തന്റെ നിർബന്ധം കാരണം ജെസ്സിക്ക് സംഭവിച്ച ഈ ദുരന്തം വാൾട്ടിന്റെ ഉള്ളിൽ ഭയത്തിന് പകരം പകയും ദേഷ്യവുമാണ് ഉണ്ടാക്കിയത്. എവിടെയാണ് ടൂക്കോയുടെ താവളം എന്ന് സ്കിന്നിയിൽ നിന്നും മനസ്സിലാക്കിയ വാൾട്ട് നേരെ വീട്ടിലേക്ക് പോയി. കീമോതെറാപ്പി കാരണം തന്റെ തലമുടി വല്ലാതെ കൊഴിയുന്നത് ശ്രദ്ധിക്കുന്ന വാൾട്ടർ ട്രിമ്മർ ഉപയോഗിച്ച് തന്റെ തലമുടി പൂർണ്ണമായും വടിച്ചുമാറ്റി. എല്ലാത്തിനെയും ഭയന്ന് ജീവിച്ചിരുന്ന വാൾട്ടർ വൈറ്റ് എന്ന സ്കൂൾ അധ്യാപകനിൽ നിന്നും പുതിയൊരു രൂപത്തിലേക്കും സ്വഭാവത്തിലേക്കുമുള്ള മാറ്റത്തിന്റെ തുടക്കമായിരുന്നു അത്. ടൂക്കോയെ എങ്ങനെ നേരിടുമെന്ന് ചിന്തിച്ച വാൾട്ടർ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പഠിപ്പിച്ച ചില കാര്യങ്ങൾ ഓർത്തു. കാഴ്ചയിൽ ക്രിസ്റ്റൽ മെത്ത് പോലെ തോന്നിക്കുന്ന ഫുൾമിനേറ്റഡ് മർക്കുറി എന്ന ഉഗ്ര സ്ഫോടക വസ്തു തയ്യാറാക്കുന്ന വാൾട്ട് അതുമായി നേരെ ടൂക്കോയുടെ താവളം ലക്ഷ്യമാക്കി നീങ്ങി. ഗുണ്ടകൾ കാവൽ നിൽക്കുന്ന ആ മുറിയിലേക്ക് യാതൊരു ഭയവുമില്ലാതെ മെത്ത് പോലെ തോന്നിപ്പിക്കുന്ന മെർക്കുറിയുമായി വാൾട്ട് കടന്നു ചെന്നു. വാൾട്ടിനോട് നീ ആരാണ്, നിനക്ക് എന്താണ് വേണ്ടതെന്ന് ടൂക്കോ ചോദിച്ചു. എന്റെ പേര് ഹൈസൻബർഗ് എന്നാണെന്ന് വാൾട്ട് സ്വയം പരിചയപ്പെടുത്തി. താൻ ഏറെ ആരാധിക്കുന്ന ലോക പ്രശസ്തനായ ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞൻ വേർണർ ഹൈസൻബർഗിന്റെ പേരിൽ നിന്നുമാണ് വാൾട്ട് തന്റെ പുതിയ അപരനാമം സ്വീകരിച്ചത്. ടൂക്കോ മോഷ്ടിച്ച തന്റെ മെത്തിന്റെ പണമായ $35,000 തന്റെ പങ്കാളിയെ മർദ്ദിച്ചതിനുള്ള നഷ്ടപരിഹാരമായി $15,000 അടക്കം $50,000 തനിക്ക് വേണമെന്ന് വാൾട്ടർ അവനോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് വാൾട്ടിനെ ഭീഷണിപ്പെടുത്തുന്ന ടൂക്കോ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ കൂടുതൽ മെത്തുമായി എന്റെ അടുത്ത് വന്നത് മണ്ടത്തരമായി പോയെന്നും ജീവൻ വേണമെങ്കിൽ തിരിച്ചു പോയിക്കൊള്ളാനും പറഞ്ഞു. എന്നാൽ ടൂക്കോ പിടിച്ചെടുത്ത ആ പാക്കറ്റിൽ നിന്നും ഒരു കല്ലെടുക്കുന്ന വാൾട്ടർ ശാന്തമായി അവനോട് പറഞ്ഞു, നിനക്ക് തെറ്റിപ്പോയിരിക്കുന്നു ടൂക്കോ, ഇത് ക്രിസ്റ്റൽ മെത്ത് അല്ല. അടുത്ത നിമിഷം വാൾട്ടർ ആ കല്ല് തറയിലേക്ക് വലിച്ചെറിഞ്ഞതും ആ ബിൽഡിംഗ് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. ടൂക്കോയുടെ താവളം നിമിഷങ്ങൾ കൊണ്ട് കത്തിച്ചാമ്പലായി. പൊടിയും പുകയും അടങ്ങിയ ശേഷം മുറിയിലുണ്ടായിരുന്ന ടൂക്കോയും ഗുണ്ടകളും ഭയത്തോടെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് കയ്യിൽ ആ ബാഗുമായി യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ നിൽക്കുന്ന വാൾട്ടിനെയാണ്. വാൾട്ടിന്റെ ധൈര്യത്തിനും ബുദ്ധിക്കും മുന്നിൽ പരാജയം സമ്മതിച്ച ടൂക്കോ അവൻ ചോദിച്ച $50,000 മുഴുവൻ നൽകി. ശേഷം വാൾട്ടർ ഉണ്ടാക്കുന്ന ആ പുതിയ മെത്ത് വളരെ പെട്ടെന്നാണ് വിറ്റുപോയതെന്നും അതിന് ആവശ്യക്കാർ ഏറെയാണെന്നും പറയുന്ന ടൂക്കോ ഇനി മുതൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മെത്ത് താൻ തന്നെ വാങ്ങാമെന്ന് പറഞ്ഞു. അത് സമ്മതിക്കുന്ന വാൾട്ട് അടുത്ത ആഴ്ച മുതൽ 1 കിലോ മെത്ത് വീതം നൽകാമെന്ന് ടൂക്കോയോട് പറഞ്ഞു. എന്നാൽ വാൾട്ടിന് ഒരു നിബന്ധന ഉണ്ടായിരുന്നു. സാധനം കൈമാറുമ്പോൾ പണം കിട്ടണം. വിറ്റിട്ട് പണം നൽകുന്ന പരിപാടി നടക്കില്ലെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. തന്റെ താവളത്തിൽ വന്ന് ഇത്രയും വലിയൊരു സ്ഫോടനം നടത്തി തന്നെ വിറപ്പിച്ച ആ മനുഷ്യന്റെ നിബന്ധനകൾക്ക് മുന്നിൽ ടൂക്കോയ്ക്ക് വേറെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ടൂക്കോ ആ കരാർ പൂർണ്ണമായും അംഗീകരിച്ചു. പോകുന്നതിന് മുൻപായി നീ പൊട്ടിച്ച ആ കല്ല് എന്താണെന്ന് ടൂക്കോ ചോദിച്ചപ്പോൾ അത് ഫുൾമിനേറ്റഡ് മർക്കുറി ആണെന്നും ഒരു ചെറിയ കെമിസ്ട്രി മാജിക് ആണെന്നും പറഞ്ഞ് വാൾട്ടർ അവിടെ നിന്നും പുറത്തിറങ്ങി. പണവുമായി പുറത്തിറങ്ങി കാറിൽ കയറിയ വാൾട്ടർ താൻ ചെയ്ത ആ സാഹസിക പ്രവൃത്തിയുടെ ആവേശത്തിൽ സ്റ്റീറിംഗ് വീലിൽ അടിച്ചുകൊണ്ട് അലറി. ക്യാൻസർ രോഗിയായ ഒരു സാധാരണ അധ്യാപകനിൽ നിന്നും ഹൈസൻബർഗ് എന്ന അധോലോക നായകനിലേക്കുള്ള വാൾട്ടർ വൈറ്റിന്റെ പൂർണ്ണമായ മാറ്റം അവിടെ തുടങ്ങുകയായിരുന്നു.